പ്രതിപക്ഷം നടത്തുന്ന സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ്. പ്രതിപക്ഷം നടത്തുന്ന സമരം പ്രഹസനമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും നഗരസഭാ ചെയർമാൻ എബി ജോർജ്. ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കൗൺസിൽ ചെയർമാനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ചാണ് ബോർഡ് അംഗങ്ങളെ നിശ്ചയിച്ചതെന്നും ചെയർമാൻ അറിയിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മളതിന് വലിയ കാര്യം വില കൊടുക്കുന്നില്ല. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ചാലക്കുടി നഗരസഭയുടെ കൗൺസിലിൽ ഇത് അജണ്ടയായി വരികയും ആ അജണ്ടയ്ക്ക് കൗൺസിൽ എടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട ചെയർമാനെ ചുമതലപ്പെടുത്തി. ചെയർമാനെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ കമ്മിറ്റി അതിന് പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ആളുകൾ. ജോണി പുല്ലൻ ചാലക്കുടി കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ചാലക്കുടി നഗരസഭയുടെ കൗൺസിലറായിരുന്നു. സുമാ ബൈജു ചാലക്കുടിയിലെ നഗരസഭയിലെ കൗൺസിലറായിരുന്നു. ഇട്ടുപ്പ് പൈനിക്കാടൻ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. അതുപോലെ തന്നെ റീന ഡേവിസ് കൗൺസിലറായിരുന്നു. ഞാൻ നഗരസഭയുടെ ചെയർമാനാവുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് UDFിൻ്റെ ചെയർമാനായിരുന്നു. ഇതുകൊണ്ടൊക്കെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നുകൊണ്ട് ആളുകളെ തെറ്റായ രീതിയിൽ തിരികെ കയറ്റുന്ന പരിപാടി ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് 60ഓളം ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇവിടെ 60ഓളം. ഞാനിവിടുന്ന് ആകെ കൂടി 7 മിനിറ്റാണ് പുറത്തേക്ക് പോയിട്ടായിട്ടുള്ളൂ. 7 മിനിറ്റ് പോയത് ഇവിടുത്തെ തന്നെ നഗരസഭയിൽ തന്നെ ഒരു കൗൺസിലർ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ. അപ്പോൾ ആ രോഗിയുടെ കാര്യം നഗരസഭയിലെ ഒരു സഹപ്രവർത്തകരല്ലേ, ഞാൻ 5 മിനിറ്റ് പോയി ഇങ്ങ് വരാം എന്ന് പറഞ്ഞ് പോകുന്നത്. ഞാൻ ബിനുവിൻ്റെ റൂമിലും ജോജിയോടും സംസാരിച്ചിട്ടാണ് പോയത്. 5 മിനിറ്റ് ഞാൻ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വരെ പോയി പിന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അതുവരെ ഇവരൊന്ന് നോക്കുമ്പോൾ ആ സാധനത്തിൽ ഞാനും കൂടി സൂപ്പർവൈസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും നേരം കാലത്ത് കറക്റ്റ് 10:10 തുടങ്ങിയ ഇൻ്റർവ്യൂവിൽ ഈ 7 മിനിറ്റ് ഒഴികെ മുഴുവൻ സമയം ഇവിടെ ഇരുന്ന ആളാണ്. ഈ 7 മിനിറ്റ് ഇവിടെ നിന്ന് മാറിയത് നഗരസഭയിൽ കൗൺസിലർക്ക് ഒരു ആപത്ത് പറ്റി ആശുപത്രിയിൽ എത്തിച്ചിരുന്നതുകൊണ്ടാണ്. അതൊരു മാന്യതയുടെ ഭാഗമായിട്ട് 7 മിനിറ്റ് അവിടെ വരെ പോകാമെന്നുള്ളൂ. ഇൻ്റർവ്യൂ നടക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ ഭംഗിയായി ചോദ്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്യും. അത് 85 മാർക്ക്